നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ അഴീക്കലിൽ നിന്ന് 81.4 കിലോമീറ്റർ അകലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സിംഗപ്പൂർ കപ്പലിലെ 2240 ടൺ ഇന്ധനത്തിനു കൂടി തീപിടിച്ച് ഉഗ്രസ്ഫോടനമുണ്ടായാൽ കേരള തീരത്തും അറബിക്കടലിലും വൻ സുനാമിക്ക് സാധ്യത. ട്രോളിംഗ് നിരോധന കാലമായതിനാൽ കടലിൽ വൻ യാനങ്ങളും തൊഴിലാളികളും കുറവാണെങ്കിലും തീരത്ത് വലിയ ആശങ്ക ഉയരുകയാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭീമൻ കപ്പലിൽ തീ കെടുത്തുകയോ സാമഗ്രികൾ എടുത്തുമാറ്റുകയോ ഇന്ധനം തിരികെ എടുക്കുകയോ അസാധ്യമായിരിക്കുന്നു. 2240 ടൺ ഇന്ധനം കടലിൽ ഒഴുക്കിയാൽ അത് കടലിൽ പടർന്നൊഴുകി വൻ അഗ്നിബാധയ്ക്ക് കാരണമാകും. ട്രോളിംഗിനെ തുടർന്ന് കേരള തീരത്ത് അടുപ്പിച്ചിരിക്കുന്ന അനേകായിരം ബോട്ടുകൾ കത്തിനശിക്കാൻ ഇത് ഇടയാക്കിയേക്കും. ഇതിനേക്കാൾ ഏറെ ഭയപ്പെടേണ്ടതാണ് കപ്പലും ഇന്ധനവും പൊട്ടിത്തകർന്നാൽ വൻ സുനാമിക്കും കൂറ്റൻ തിരയിളക്കത്തിനുമുള്ള വലിയ സാധ്യത. ഇത്രയും ശക്തമായ സ്ഫോടനം ഉണ്ടായാൽ കടലിൽ വൻ തിരമാലകൾ രൂപം കൊള്ളുമെന്ന് തീർച്ചയാണ്. മാത്രവുമല്ല, കാലവർഷത്തിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നതിനാൽ ഇത്തരമൊരു സ്ഫോടനത്തിനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചരക്ക് കപ്പലിൽ ആകെ 1754 കണ്ടെയ്നറുകളാണ് ഉള്ളത്. ഇതിൽ 671 കണ്ടെയ്നറുകൾ കപ്പലിന്റെ മുകൾ തട്ടിലാണ്. ഇതിൽ 157 ഇനങ്ങൾ അത്യന്തം അപകടകരമായ വസ്തുക്കളാണെന്നിരിക്കെ കടലിന് വലിയ ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത്. വായു സമ്പർക്കമുണ്ടായാൽ തീ പിടിക്കുന്ന 4900 കിലോഗ്രാം രാസവസ്തുക്കൾ മറ്റൊരു കണ്ടെയ്നറിലുണ്ട്. നാവികസേനയുടെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ തീയണയ്ക്കാനായി തീവ്ര ശ്രമം തുടരുകയാണ്. 15 ഡിഗ്രി വരെ ചരിഞ്ഞ കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ നിന്ന് ഇതോടകം പുറത്തു വീണ കണ്ടെയ്നറുകൾ തെക്കൻ കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യതയേറുകയാണ്. ചില കണ്ടെയ്നറുകൾ കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിൽ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. തീരത്തേക്ക് അടുക്കുന്ന വേളയിലും ഇവ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതിവേഗം തീപിടിക്കുന്ന ഖരദ്രാവ വസ്തുക്കൾ അപകട കപ്പലുണ്ട്. പാരിസ്ഥിതികമായി അപകടമുണ്ടാക്കുന്ന വെടിമരുന്നിനുള്ള നൈട്രോസെല്ലുലോസ് 20,000 കിലോ ഉൾപ്പെടെ വസ്തുക്കളുണ്ട്. പലതരം ആസിഡുകളും ആൽക്കഹോൾ മിശ്രിതങ്ങളും നാഫ്തലിനും കളനാശിനികളും കപ്പലിലുണ്ട്. ഇതിനു പുറമെയാണ് 2000 ടൺ കപ്പൽ ഓയിലും 240 ടൺ ഡീസൽ ഓയിലും കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന കപ്പലിൽ അവശേഷിക്കുന്നത്. കത്തിയിരിക്കുന്ന ചരക്ക് കപ്പലിലെ തീയണക്കൽ ദൗത്യം അതീവ ദുഷ്കരമാണ് എന്നതാണ് നാവികസേന വ്യക്തമാക്കുന്നത്. സ്ഫോടനത്തെയും തീപിടുത്തത്തെയും തുടർന്ന് കപ്പലിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ കണ്ടെയ്നറുകൾ കടലിൽ ഉടനീളം ചിതറിക്കിടക്കുകയാണ്. അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളുമായി മേഖലയിലുള്ള കോസ്റ്റ് ഗാർഡ് യാനങ്ങൾക്ക് തീപിടിച്ച കപ്പലിന്റെ സമീപത്തേക്ക് എത്താനാകുന്നില്ല. ഒഴുകി നീങ്ങുന്ന കണ്ടെയ്നറുകൾ മറ്റ് കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളിൽ ഇടിച്ചാൽ വൻ അപകട സാധ്യതയുണ്ട്. കനത്ത ഇരുട്ടിൽ കണ്ടെയ്നറുകൾ കണ്ണിൽപ്പെടാതെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കത്തുന്ന കപ്പലിൽ നിന്നുള്ള അതികഠിനമായ ചൂടാണ് രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കുന്ന മറ്റൊരു ഘടകം. കത്തുന്ന കപ്പലിലെ ലോഹഭാഗങ്ങളെല്ലാം ചുട്ടുപഴുത്തുരുകുന്ന നിലയിലാണ്. അടുത്ത് ചെന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്താനും സാധിക്കില്ല. അകലെ നിന്ന് കപ്പലിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്യുകയാണ് നിലവിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കപ്പലുകൾ ചെയ്യുന്നത്. എന്നാൽ ഇത് ഫലപ്രദമാകാൻ സാധ്യത വിരളമാണ്. കപ്പലിലെ ചോർച്ചയിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കാൻ സാധ്യതയെന്നാണ് കണക്കുകൂട്ടൽ. 20 കണ്ടെയ്നറുകളിൽ 1.83 ലക്ഷം കിലോ ബൈപൈറിഡിലിയം കീടനാശിനിയാണ്. ഒരു കണ്ടെയ്നറിൽ 27,786 കിലോ ഈഥൈൽ ക്ലോറോഫോർമേറ്റ് കീടനാശിനിയുണ്ട്. ഡൈമീഥൈൽ സൾഫേറ്റ്, ഹെക്സാമെഥിലിൻ, ഡൈസോ സയനേറ്റ് തുടങ്ങി ജീവനാശ ഭീഷണി ഉയർത്തുന്ന മറ്റ് കീടനാശിനികളും രാസവസ്തുക്കളും കണ്ടെയ്നറുകളുണ്ട്. പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ബെൻസോഫെനോൺ, അതുപോലെ തന്നെ ട്രൈക്ലോറോ ബെൻസീൻ, 167 പെട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവയുമുണ്ട്. 40 കണ്ടെയ്നറുകളിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങളുണ്ട്. എഥനോൾ, പെയിന്റ്, ടർപ്പൻറ്റൈൻ, പ്രിന്റിംഗ് ഇങ്ക്, വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഈഥൈൽ, മീഥൈൽ, കീറ്റോൺ എന്നിവയുമുണ്ട്. ഒരു കണ്ടെയ്നറിൽ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ്, 12 കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ, ഒരു കണ്ടെയ്നറിൽ തീപിടിക്കുന്ന ദ്രാവകമടങ്ങിയ ഖരവസ്തുക്കൾ, 4 കണ്ടെയ്നറുകളിൽ പാരാഫോർമാൽഡിഹൈഡ് എന്നിവയുണ്ട്. 157 ഇനം അത്യന്തം അപായകരമായ വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2000 ടൺ കപ്പൽ ഓയിലും 240 ടൺ ഡീസൽ ഓയിലും കപ്പലിലുണ്ടെന്നതാണ് അപകട സാധ്യത കൂട്ടുന്നത്. കപ്പലിൽ ആകെ 1754 കണ്ടെയ്നറുകളാണുള്ളത്. ഇതിൽ 671 കണ്ടെയ്നറുകൾ ഡെക്കിലാണ്. കാർഗോ മാനിഫെസ്റ്റ് പ്രകാരം ഇതിൽ 157 ഇനങ്ങൾ അത്യന്തം അപകടകരമായ വസ്തുക്കളാണ്. പെട്ടെന്ന് തീപിടിക്കുന്ന ഖരദ്രാവ വസ്തുക്കളും കപ്പലിലുണ്ട്. ഇതിൽ വെടിമരുന്നിനുള്ള നൈട്രോസെല്ലുലോഡ് അടക്കമുള്ളതിനാൽ ചെറുതായിരിക്കില്ല സ്ഫോടനം. പലതരം ആസിഡുകളും ആൽക്കഹോൾ മിശ്രിതങ്ങളും നാഫ്തലിനും കളനാശിനികളും ദുരന്ത കപ്പലുണ്ട്. കൊളംബോ തുറമുഖത്തിൽ നിന്ന് മുംബൈയിലെ നവശേവ തുറമുഖത്തേക്ക് പോയ MV1 ഹൈ 503 ഫീഡർ കപ്പലാണ് കണ്ണൂർ അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിന് അകലെയല്ലാതെ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ വൻ പൊട്ടിത്തെറിയോടെ തീപിടിച്ചത്. കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കപ്പൽ 2 ദിവസമായി നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 18 പേർ മംഗലാപുരത്ത് ചികിത്സയിലാണ്. ഇനിയും ആൾക്കാരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആശങ്ക വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.